Hi friends, welcome back to our channel Salt and Pepper. അപ്പോൾ എല്ലാവർക്കും സുഖം തന്നെയല്ലേ? ഇന്ന് ഞാൻ നല്ല വ്യത്യസ്തമായൊരു വീഡിയോ ആയിട്ടാണ് നിങ്ങളുടെ മുന്നിലേക്ക് വന്നേക്കുന്നത്. ഇതുപോലെ ഒരു വീഡിയോ ഞാൻ ഇതിനു മുന്നേ ഇട്ടിരുന്നു. നാട്ടിൽ പോയപ്പോൾ എൻ്റെ അമ്മയുമായിട്ട് ഒരു വീഡിയോ ഇട്ടിരുന്നു. അപ്പോൾ ഞാൻ ഓർത്തു ഈ വീഡിയോ ഇത്രയും ഒരു വലിയ മീനെ കിട്ടിയപ്പോൾ എന്നാ പിന്നെ ഇതുകൂടെ ചെയ്യുന്നത് എങ്ങനെയെന്ന് കാണിച്ചു തരാം. അത് നമ്മൾ ചെയ്തിരുന്നത് കുഞ്ഞു മീനെയായിരുന്നു. അപ്പോൾ അമ്മ കാണിച്ചു തന്ന ഒരു കാര്യം ഇവിടെ വന്നൊന്ന് ചെയ്ത് നോക്കുമ്പോൾ അത് എത്രമാത്രം വർക്കൗട്ട് ആകുന്നു എന്നുകൂടെ നമുക്കൊന്ന് കാണാം. അപ്പോൾ നമ്മൾ വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുന്നായിട്ട് എൻ്റെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണെങ്കിൽ ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കണിൽ ക്ലിക്ക് ചെയ്തിട്ട് ഓൾ എന്ന ഓപ്ഷൻ കൂടെ സെലക്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടന്നാലോ? എല്ലാവരും തന്നെയില്ലേ? ഈ മീനെ കണ്ടോ? നമ്മുടെ നാട്ടിൽ ഈ മീനുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇത് ഇവിടെയുള്ള ഒരു മീനാണ്. അപ്പോൾ ഇവൻ്റെ പേരാണ് റെയിൻബോ ട്രൗട്ട് കേട്ടോ. ട്രൗട്ട് എന്നാണ് ഇവർ പറയുന്നത് ഇതിനെ. എന്തായാലും നമുക്ക് ഇവരെ ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. ഇത് ഏകദേശം 1.5 കിലോ ഉണ്ട്. ഈ 1.5 കിലോയ്ക്ക് ഇവിടുത്തെ പ്രൈസ് എന്ന് വെച്ചാൽ അബൌട്ട് ഒരു 9 പൗണ്ട്. അപ്പം നമ്മുടെ നാട്ടിലെ വില വെച്ച് നോക്കുമ്പോൾ ഇതിന് ഏകദേശം ഒരു 850 രൂപ. 1.5 കിലോയ്ക്ക് 850 രൂപ. ഇത് നമുക്ക് ഇതുപോലൊരു കൂടിലിട്ടാണ് നമുക്കിതിനെ കിട്ടാറുള്ളത്. അപ്പോൾ നമുക്ക് മീനെ ഒന്ന് പുറത്തേക്ക് വലിച്ചെടുക്കാം. ഇതിനെ കണ്ടു കഴിഞ്ഞാൽ നമുക്കൊരു എന്താ പറയുക, ഇതിനെ കണ്ട ഒരു വൃത്തി തോന്നില്ല. നമ്മുടെ നാട്ടിലെ മീൻ പോലെ തിളങ്ങിയൊന്നും നിൽപ്പില്ല. ഇതിനെ കണ്ടു കഴിഞ്ഞാൽ ഒരുമാതിരി എനിക്കത്ര ഇഷ്ടപ്പെട്ടില്ല. ഞാൻ വാങ്ങാൻ ചെന്നപ്പോഴേക്ക് എനിക്ക് എന്താ പറയുന്നത്, ഒരുമാതിരിപ്പെട്ട ഞാൻ വാങ്ങുന്ന മീനുകളൊന്നും ഇല്ലായിരുന്നു. അതുകൊണ്ടാണ് ഉള്ള കാട്ടെന്ന് വിചാരിച്ച് ഇവനെ വാങ്ങിക്കൊണ്ട് വന്നു. അപ്പോൾ ഇതിനെ ശരിക്കും നമ്മൾ കണ്ടു കഴിഞ്ഞാൽ ഒരുമാതിരി വളക്കാന്നിരിക്കും. പക്ഷേ ഇവനെ നമ്മൾ കുക്ക് ചെയ്ത് കഴിയുമ്പോഴേക്ക് ഇവന് നല്ല ഉറപ്പുള്ളൊരു പീസസ് ആയിട്ട് മാറും. അതുപോലെ നല്ല ടേസ്റ്റിയാണ്. സംഭവത്തിനെ കാണാൻ ഒരു വൃത്തിയില്ലെങ്കിലും പിന്നെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. പിള്ളേർക്ക് ഇവിടെ നന്നായിട്ട് ഇഷ്ടമാണ് ഇതിനെ വറുത്ത് കഴിയുമ്പോൾ. നല്ലതായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ഇവനെ എങ്ങനെ പ്രിപ്പയർ ചെയ്യാമെന്ന് നോക്കാം. എൻ്റെ അമ്മച്ചി എനിക്ക് പറഞ്ഞു തന്നൊരു മെത്തേഡാണ്. ഇത്രയും കാലം ഞാൻ എതിരെ ഇട്ട് മസിൽ പിടിക്കുമായിരുന്നു എങ്ങനെ കളയണം. എനിക്കും പറയുകയാണെങ്കിൽ നമ്മൾ സാധാരണ മീനുകളെയൊക്കെ എന്താ പറയുന്നത്, ഇങ്ങനെയുള്ള മീനുകളെയൊക്കെ ഞാൻ സാധാരണ ഇങ്ങനെ പൊളിച്ച് കളയാണ് പതിവ്. ഇത് കണ്ടോ, അതെ ഇങ്ങനെ പൊളിച്ച് കളയും. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ അതിൻ്റെ നല്ല ഫാറ്റും കാര്യങ്ങളൊക്കെ എൻ്റെ സ്കിന്നിനടിയിലല്ലേ. അപ്പോൾ ആ സ്കിന്നിനടിയുള്ള ആ ഫാറ്റോട് വരുമ്പോഴേക്കാണ് ഇതിൻ്റെ കൂടുതൽ ടേസ്റ്റ് വരുന്നത്. പക്ഷെ അതിനെ നമ്മൾ കളയുമോ ശരിക്കും പറഞ്ഞാൽ ഇതൊന്ന് അവോയ്ഡ് ചെയ്യാൻ വേണ്ടി. അപ്പം കാരണം ഇവിടെ പ്രത്യേകിച്ച് ഞങ്ങൾക്കാണെങ്കിൽ ഇവിടെ കല്ലുരയ്ക്കാനോ വല്ല പുറത്തിറങ്ങി പോയി മീൻ വെട്ടാനോ ഉള്ള സാഹചര്യമില്ല. ഭയങ്കര തണുപ്പായതുകൊണ്ട് ആഗ്രഹം ഉണ്ടായിരുന്നു പുറത്ത് വരും ചെയ്യണമെന്ന്. പക്ഷേ എനിക്ക് ഭയങ്കര തണുപ്പാണ്, പുറത്തിറങ്ങാൻ വയ്യ. അതുകൊണ്ടാണ് പെരയ്ക്കകത്തിട്ട് തന്നെ ഇതിനെ പെരുമാറുന്നത്. സോ അമ്മച്ചി പറഞ്ഞു തന്ന മെത്തേഡ് ഇതിനെ ഞാൻ പരീക്ഷിക്കാൻ പോവാണ്. എനിക്കറിയില്ല വർക്കൗട്ട് ആവുമെന്ന്. പക്ഷെങ്കിൽ അന്ന് സ്ട്രോങ് ആയിട്ടുള്ള ചെതുമ്പലാണ് ഈസി ആയിട്ട് അമ്മച്ചി കളഞ്ഞു തന്നെ. അപ്പോൾ ഞാനൊന്ന് പരീക്ഷിച്ച് നോക്കാം ഇത് വർക്കൗട്ട് ആവുമെന്ന്. അപ്പോൾ നിങ്ങൾക്കും ഇത് പ്രയോജനപ്പെട്ടാലോ? അപ്പോൾ നമ്മൾ എങ്ങനെ ഇത് ചെയ്യുന്നത് നമുക്ക് നോക്കാം. അപ്പം നമ്മൾ ഈ മീൻ വൃത്തിയാക്കി എടുക്കാൻ വേണ്ടി നമ്മൾ പാത്രമൊക്കെ കഴുകാൻ ഉപയോഗിക്കുന്ന ഈ സ്ക്രബ് ഉണ്ടല്ലോ, ഇത് നിങ്ങളിതെല്ലാവരും കണ്ടിട്ടുണ്ട്. പക്ഷെ നിങ്ങൾ വാങ്ങുമ്പോൾ നിങ്ങൾ എന്നാ പറയുന്നത്, സ്റ്റെയിൻലെസ് സ്റ്റീലിൻ്റെ വാങ്ങിക്കണം. അപ്പോൾ അതാകുമ്പോഴേക്ക് ഇതിനകത്തൊന്ന് പൊടിഞ്ഞു പോരുവോ അല്ലെങ്കിൽ മീനകത്തോട്ട് പോവോ അങ്ങനെ ചെയ്യത്തില്ല. നമ്മൾ വില കുറഞ്ഞ സംഭവം വാങ്ങിക്കുമ്പോൾ നമ്മളിങ്ങനെ ഉരയ്ക്കുമ്പോൾ ചിലപ്പോൾ ഇതിൻ്റെ കുഞ്ഞു കുഞ്ഞു പീസസ് ഒക്കെ ഈ മാംസത്തിനകത്തോട്ട് പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ സ്റ്റെയിൻലെസ് സ്റ്റീൽ ആകുമ്പോൾ ഇത് ഒരിക്കലും പൊടിയുകയോ അങ്ങനെ ഒന്നും ചെയ്യത്തില്ല. അപ്പം അത് ഉപയോഗിക്കാൻ നിങ്ങൾ ശ്രദ്ധിക്കുക. നിങ്ങൾ ബ്രാൻഡ് ന്യൂ ആയിട്ടുള്ള സാധനം വാങ്ങിച്ചിട്ട് എന്നാൽ പിന്നെ എന്തൊരു ബ്രാൻഡ് ന്യൂ ഇങ്ങോട്ടുള്ളൊരു സാധനം വാങ്ങിച്ചിട്ട് ഉരയ്ക്കാമെന്ന് വിചാരിച്ചാൽ അത്ര ഈസി ആയിരിക്കത്തില്ല. കാരണം ഇത് പുതിയതായിട്ട് വാങ്ങുമ്പോൾ ഇതിൻ്റെ അവസ്ഥ അറിയാലോ, നല്ല ഫ്രഷ് ആയിട്ടിരിക്കുന്നത്. ഞങ്ങൾ അങ്ങനെയാണ് ഉപയോഗിക്കുന്നത് എന്നുണ്ടെങ്കിൽ അതിനെ ഒന്ന് കയ്യിലെടുത്തിട്ട് ചെറുതായിട്ടൊന്ന് ഇച്ചിരി ഒന്ന് ചതച്ചിട്ട് ചെയ്യുക. അപ്പോഴത്തേക്ക് ഇതിന് ഒരു ചെറിയൊരു സോഫ്റ്റ് എന്നല്ല, ഇച്ചിരി ഒന്ന് അമങ്ങി കിട്ടും. ആ അമങ്ങി കിടക്കുന്ന അവസ്ഥയിലാണ് ഇതിനെ നമുക്ക് ഉരച്ച് കളയാൻ ഒന്നുകൂടെ എളുപ്പം. അപ്പോൾ ഈ നേരത്തെ ഉപയോഗിച്ച ഒരു സ്ക്രബ്ബറാണ്. ഓക്കെ, അപ്പോൾ ഇതുകൊണ്ടാണ് നമ്മൾ ക്ലീൻ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ എല്ലാവരും ശ്രദ്ധിച്ചോളൂ. ഞാൻ ആദ്യം തുടങ്ങാൻ പോകുന്നത് ഇതിൻ്റെ വാലിൻ്റെ അറ്റത്തു നിന്നാണ്. ഇതിനകത്തെ ഇങ്ങനെ ഒന്ന് ഉരച്ച് കൊടുത്താൽ മതി. നല്ല ടൈഡി ആയിട്ട് വരും എന്നുള്ള കാര്യത്തിന് ഒരു സംശയവും വേണ്ട. ഇവൻ നന്നായിട്ട് വരുന്നുണ്ട് കേട്ടോ. എത്ര വലിയ മീനാണെങ്കിലും അപ്പം നമുക്ക് ഇതുപോലെ ഇതിൻ്റെ ചെതുമ്പൽ കളഞ്ഞെടുക്കാൻ ഇപ്പം നല്ലൊരു ഉറപ്പായില്ലേ. നോക്കിക്കേ, ഇതാ ഇവിടെ ഒന്നുമില്ല. ഇതാ കണ്ടോ, കംപ്ലീറ്റ്ലി പോയി. ഇതുണ്ടോ, ഈസി ആയിട്ട് ഇത് പോരുന്നുണ്ട്. എത്ര ഈസിയാന്ന് നോക്കിയേ. ഇതിന് ശേഷം നമ്മൾ കൊണ്ട് കല്ലിലിട്ട് ഉരച്ച് കളയേണ്ട കാര്യമില്ല. നന്നായിട്ടൊന്ന് കഴുകി എടുത്താൽ മതി. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഈ കുടമ്പുളിയൊക്കെ ഇട്ട് ജസ്റ്റ് ഒന്ന് പറയുന്നത് കേട്ടില്ലേ, നന്നായിട്ട് അതിൻ്റെ ആ ഉളുമ്പോ ഒക്കെ പോകാൻ നല്ലതെന്ന് പറയത്തില്ലേ. അതുപോലെ ചെയ്യണമെങ്കിൽ നിങ്ങൾ ചെയ്തെടുക്കാം. പക്ഷേ ഇത് നല്ല നീറ്റ് ആൻഡ് ടൈഡി ആയിട്ടാണ് പോരുന്നത്. ഞാൻ അവസാനം നിങ്ങളെ കഴുകി കാണിക്കുമ്പോൾ നിങ്ങൾക്ക് അറിയാമല്ലോ എത്രമാത്രം ഇത് നീറ്റായിരുന്നു കേട്ടോ. ഇതിന് പൊതുവേ ചെതുമ്പൽ കുറവാണ്. നമ്മുടെ നാട്ടിലെ പോലത്തെ വലിയ ചെതുമ്പലില്ല. ബട്ട് എന്നിരുന്നാലും നിങ്ങൾക്ക് കാണാമല്ലോ എന്താ വരുന്നേ. ചലോ എന്നാൽ ഈസി ആയിട്ട് പോരുന്നത് നോക്കിയേ. ഇത്ര കളയണം നമ്മൾ എത്ര സമയം എടുക്കുന്നതെന്ന് ഓർത്ത് നോക്കിയേ. അതോ കയ്യിൽ പിടിച്ചാൽ നിൽക്കും. ഇത്ര വലിയ മീനൊക്കെ ആകുമ്പോൾ നമ്മുടെ നിന്ന് തെന്നി താഴെ പോകത്തില്ലേ. ഇതാകുമ്പോൾ ജസ്റ്റ് ഒരു അറ്റത്തുനിന്ന് ഇങ്ങനെ പിടിച്ചു കൊടുത്തിട്ട് ചെയ്താൽ മതി. ഞാൻ മീൻ വെട്ടാൻ വലിയ എക്സ്പേർട്ട് അല്ല, പക്ഷേ ഈ ഒരു ഐഡിയ സൂപ്പറാണ്. എന്തായാലും അമ്മച്ചിക്ക് വീണ്ടും വീണ്ടും
നന്ദി പറഞ്ഞുകൊണ്ട് അമ്മച്ചിക്ക് ഇത് കാണുമ്പോൾ സന്തോഷമാവും. ഞാനും അത് ഇവിടെ വന്നിട്ട് പ്രയോഗിച്ചല്ലോ എന്ന് ഓർക്കുമ്പോൾ ഒരു സന്തോഷമാകത്തില്ലേ. മീൻ കിട്ടുന്ന കാര്യം ഓർക്കുമ്പോഴാണ് പെണ്ണുങ്ങൾക്ക് ഈ വലിയ മീനെ പണിയാൻ മടി അല്ലേ. പക്ഷേങ്കിൽ ഈ ചെതുമ്പിലൊക്കെ കളയുന്ന കാര്യം ഓർക്കുമ്പോൾ ഇപ്പോൾ സാധാരണ നമ്മൾ ഷോപ്പുകളിൽ ചെന്നിട്ട് അവർ തന്നെ ഇപ്പോൾ എല്ലാം ചെയ്ത് തരാറുണ്ട് വലിയ മീനുകളൊക്കെ ആകുമ്പോൾ. പക്ഷെ നമുക്ക് ചെയ്തെടുക്കാം കേട്ടോ എന്നുള്ളൊരു മെത്തേഡാണ് കാണിച്ചു തരുന്നത്. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ. മത്തിയൊക്കെ ആണെങ്കിൽ പറയണ്ട, ഈസി ആയിട്ട് ചെയ്യാം. അതുപോലെ തന്നെ കുഞ്ഞ് ഒഴുവല് മീനോ എന്ത് വേണേലും ഇങ്ങനെ തൂത്തെടുത്താൽ പോരെ. പിള്ളേരെ വേണം കൂട്ടത്തിൽ കൂടാം. ഇനി കൈമുറിയത്തൊന്നും വിചാരിക്കേണ്ട, എല്ലാവർക്കും ഒരു പണിയാവട്ടെ. ഇങ്ങനെ തൂത്ത് കൊടുത്താൽ പോരെ. ഒരു സൈഡ് മുഴുവൻ ഞാൻ കംപ്ലീറ്റ് ചെയ്തു. ഇവിടെ ഒന്നുമില്ല, നല്ല നീറ്റായിട്ടുണ്ട്. ഇനി ഇപ്പുറത്തെ സൈഡൂടെ ഞാൻ ഇതുപോലെ തന്നെ ചെയ്യാൻ പോവാണ്. ഈ സൈഡൂടെ ഞാൻ ചെയ്തിട്ട് നിങ്ങളെ ബാക്കി കാര്യം കാണിച്ചു തരാം. എന്ത് പറയുന്നു? കണ്ടോ, ഈസി ആയിട്ട് ചെയ്യാൻ പോകും. ഓക്കെ, ദാ നമ്മുടെ മീൻ നല്ല സുന്ദര കുട്ടനായിട്ടിരിക്കുന്ന കണ്ടോ നിങ്ങൾ? മിടുമിടുക്കനായില്ലേ ഇവനെ. നിങ്ങളൊരു ചെറു ചൂടുവെള്ളം കൂടെ ഇതിൻ്റെ അടുത്ത് ഉപയോഗിക്കുവാണെങ്കിൽ ഈ സംഭവം ഒന്നുകൂടെ ഈസി ആയിട്ട് പോരും കേട്ടോ. അപ്പോൾ ഇതിൻ്റെ പുറത്തുള്ള ഒന്നും കാണത്തില്ല. ഞാൻ ചെറുതായിട്ട് ചൂടുവെള്ളം ഉപയോഗിച്ചപ്പോൾ ഇവിടെ വെള്ള പോലെ മിനിമിനാൻ നിൽക്കുന്നവൻ കണ്ടോ. അപ്പം സുന്ദരമായിട്ട് ഇത് കഴിയിട്ടുണ്ട്. ഇനിയിപ്പോൾ എൻ്റെ ബാക്കിയുള്ള കാര്യങ്ങളൊന്നും ഞാൻ കളഞ്ഞിട്ടില്ല. അതിനുവേണ്ടി ഞാൻ എപ്പോഴും ഉപയോഗിക്കുന്ന എൻ്റെ സിസറാണ് കണ്ടോ. ഇതാകുമ്പോൾ എളുപ്പമുണ്ട്. ഞാൻ ആ സിസറും കൊണ്ട് വെട്ടിക്കളയുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും മീൻ വെട്ടാറിയാം, ഞാനിത് പറഞ്ഞു തരേണ്ട കാര്യമില്ല. ഇത് കൂടുതൽ പറഞ്ഞു തന്നാൽ നമ്മുടെ കെട്ടിയന്മാർക്കൊക്കെ നല്ല പണിയാവുമെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. കാരണം അവർക്ക് എളുപ്പമുണ്ടല്ലോ, അവർക്കും ചെയ്യാവുന്നൊരു പണിയായിട്ട് മാറും ഇത്. ഇതാ പുറത്തിറങ്ങിപ്പോയൊന്നും ചെയ്യേണ്ട കാര്യമില്ല, അകത്ത് തന്നിട്ട് ചെയ്യാം കേട്ടോ. മഴ നനയൊന്നും വേണ്ട. ഈസി ആയിട്ട് തന്നെ ഞാൻ സ്കെയിൽസൊക്കെ വെട്ടിക്കളഞ്ഞ്. എനിക്ക് ഏറ്റവും ഇഷ്ടം സിസേഴ്സ് കൊണ്ട് ചെയ്യാനാണ്, ഭയങ്കര എളുപ്പമുണ്ട്. എല്ലാവരും തന്നെ സിസേഴ്സാണ് ഉപയോഗിക്കുന്നതെന്ന് തോന്നുന്നു. എന്തായാലും ഇതിനെ ഞാൻ മുറിക്കുന്ന രീതിയെ കാണിക്കാൻ പോകുന്നത്. ഇതിന് വേറെ നല്ല വിധങ്ങളുണ്ടായിരിക്കാം. ഞാനങ്ങനെ മീൻ കൂട്ടാൻ ഭയങ്കര ഇഷ്ടമാണ്. എൻ്റെ ഫേവറേറ്റ് ഫുഡ് എന്ന് പറയുന്നതും ചോറും മീനുമാണ്. ചോറും മീനും ഉണ്ടെങ്കിൽ ഞാനൊരു 5 നേരം വേണേലും കഴിക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേങ്കിൽ മീൻ അങ്ങനെ വെട്ടാനൊന്നും എനിക്ക് അത്ര ഞാൻ എക്സ്പേർട്ടല്ല. ഞാൻ തല ഉപയോഗിക്കുന്നില്ല. തല കണ്ടിട്ടൊന്നും ചെയ്യാൻ എനിക്ക് തോന്നുന്നില്ല. അതിൻ്റെ ഒന്നുമില്ല, അതിനകത്ത് മാംസമൊന്നുമില്ല. ഇത് ശരിക്കും കൈകൊണ്ട് പോലും പിടിച്ചാൽ പോരുന്ന രീതിയിലത്തെ ഒരു മീനാണ്. ഭയങ്കര സോഫ്റ്റാണ് ആൾ. ഭയങ്കര എന്താ പറയുക, ഉണ്ടോ, അത്രയ്ക്ക് ഈസിയാണ് ചെയ്തെടുക്കാൻ. ഇപ്പം ഈ അലവരാതി സാധനമൊക്കെ നമുക്ക് കളയാം. അതിൻ്റെ ഇവിടെയൊക്കെ നല്ല ക്ലീൻ ആയിട്ടുണ്ട്. ഇതിൻ്റെ അകം വാങ്ങുമ്പോൾ തന്നെ അവരിതെല്ലാം കളഞ്ഞിട്ടാണ് നമുക്ക് തരുന്ന അകത്തെ പാട്ട്. അതുകൊണ്ട് തന്നെ ഇവിടെ എല്ലാം ക്ലീനാണ്. ഇവനെ നന്നായിട്ട് നമുക്കൊന്ന് കഴുകിയെടുക്കാം. കഴുകിയെടുത്തിട്ട് നമുക്ക് മുറിച്ച് എടുക്കാം. എന്ത് പറയുന്നു? ഇതിൻ്റെ വാലുണ്ട്. നമ്മുടെ മീൻ ചേട്ടൻ റെഡി. ഇതിന് പൊതുവെ മുള്ളു കുറവാണ്. എന്തായാലും നമുക്കൊന്ന് നോക്കാം മുറിച്ച് വരുമ്പോൾ എങ്ങനെയാണ്. നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഉണ്ടാവുമായിരിക്കാം ഈ മീൻ. ഇവിടെ ഉള്ളവർ ഈ മീനുമായിട്ട് നല്ല പരിചയമാണ്. നാട്ടിലുള്ളവർ ഇത് കണ്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. ഇതിന് ഞാൻ ഒന്നുകൂടെ കഴുകി എടുത്തിട്ടുണ്ട്. സാധാരണ നാട്ടിൽ ഇതുപോലെ നല്ല ദശ വെച്ച് ഇങ്ങനെ ചെയ്യാറുണ്ട്. എനിക്ക് മുള്ളും എല്ലാം കൂടെ ഒരു ചങ്കി പീസായിട്ടിരിക്കുന്ന ഇഷ്ടം. സാധാരണ പപ്പായൊക്കെ ചെയ്ത് ഞാൻ കണ്ടിട്ടുണ്ട് ഇങ്ങനത്തെ ദശ എടുക്കും നമ്മൾ പ്രോപ്പറായിട്ട്. എന്തായാലും മുള്ളൂടെ കൂട്ടി തന്നെ ചെയ്യല. പിന്നെ മുള്ള തന്നെ എടുക്കും. പൂച്ചയ്ക്ക് കൊടുക്കാൻ പറ്റത്തില്ലല്ലോ. അതുകൊണ്ട് നമുക്ക് ഇങ്ങനെ ചെയ്യാവേ. എനിക്ക് ഇച്ചിരി കുറച്ച് വലിയ പീസാണ് ഇഷ്ടം. എന്താ ഇതുപോലത്തെ പീസായിട്ട് ഞാൻ വെക്കുന്നു. നിങ്ങൾക്ക് മപ്പാസ് വെക്കുവോ വറക്കുവോ. ഇത് വറക്കാനൊക്കെ നല്ല പീസാണ്. ഇങ്ങനെയുള്ള പീസിനൊക്കെ ഞാൻ ഉണ്ടാക്കും. നിങ്ങളിങ്ങനെയൊക്കെയാണോ ചെയ്യുന്നത്? എനിവേ ഞാൻ ചെയ്യുന്ന രീതിയാണ് കേട്ടോ. ചിലപ്പം ഞാൻ ചെയ്യുന്ന രീതി ഇങ്ങനെയാണ്. നിങ്ങൾ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് എനിക്കറിയില്ല. അങ്ങനെ മുള്ളെന്ന് പറയാൻ അധികം ഇല്ല. നിങ്ങൾ കണ്ടോ? മാംസമാണ് ഇതിന് കൂടുതലും. ഇതിനെ കണ്ടാൽ വലിയ വൃത്തിയില്ലേലും ഇത് കുടുംബത്തിൽ പിറന്ന മീനാണെന്ന് തോന്നുന്നു. കറി വെച്ച് കഴിയുമ്പോൾ ടേസ്റ്റ് ഉണ്ട് കേട്ടോ. ഇത്രയും മീൻ കിട്ടി കണ്ടോ. അധികം പോയി ഒന്നുമില്ലല്ലോ. ശരിക്കും പറഞ്ഞാൽ ഇതിൻ്റെ വേസ്റ്റ് എന്ന് പറയാൻ ആകെ ഇച്ചിരി ഉണ്ടായിരുന്നുള്ളൂ. ഇതാ ഇത്രയാണ് ഇതിൻ്റെ വേസ്റ്റ് നമുക്ക് കിട്ടിയത്. കാരണം ഇവിടുത്തെ മീനൊന്നും പോകാനില്ല, മുഴുവൻ മാംസമാണ്. നിങ്ങൾ കണ്ടോ എത്ര എളുപ്പമായിരുന്നു നോക്കിയേ നമ്മുടെ മീൻ ഒരുക്കിയത്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടില്ലേ? നിങ്ങൾ ഈ രീതിയിൽ നിങ്ങൾ ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ചെയ്ത് നോക്കണം കേട്ടോ. ഞാൻ എന്തായാലും ഇതിനെ ഒന്നുകൂടെ ചെറിയ പീസാക്കും. കാരണം ഇത്ര വലിയ പീസ് ഇട്ടാൽ എനിക്ക് പെട്ടെന്ന് ഇതിലോട്ടെല്ലാം ഒന്നും പിടിക്കത്തില്ല. പക്ഷെ വറക്കാൻ വേണ്ടി ഞാൻ ഇങ്ങനത്തെ പീസ് എന്തായാലും മാറ്റുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇത്ര ആയ സ്ഥിതിക്ക് നമുക്കിത്
കറി എങ്ങനെ വെക്കുന്നോണ്ട് നമുക്കൊന്ന് പഠിച്ചാലോ. ഇത്ര ആയിപ്പിച്ചിട്ട് വലിയ വീഡിയോ ആയെന്ന് തോന്നുന്നു. അതുകൊണ്ട് തന്നെ നമുക്ക് ഇതിനെ സ്പ്ലിറ്റ് ആക്കിക്കൊണ്ട് പാർട്ട് 1 പാർട്ട് 2 എന്നുള്ള രീതിയിലേക്ക് ഇതിനെ മാറ്റിയെടുക്കാമെന്ന് എനിക്ക് തോന്നുന്നു. എന്ത് പറയുന്നു? അതിൽ നിങ്ങൾക്ക് ആർക്കും വിരോധമില്ലല്ലോ? അല്ലെങ്കിൽ ഒറ്റ സ്ട്രെച്ചിൽ വലിയൊരു വീഡിയോ ആയി പോകും. അതുകൊണ്ട് തന്നെ നമ്മുടെ മീൻ ഒരുക്കിയ വീഡിയോ ഇവിടെ അവസാനിക്കുന്നു. അപ്പോൾ നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. വളരെ ഈസി ആയിട്ടൊരു മെത്തേഡാണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ ഞാൻ എപ്പോഴും പറയുന്ന പോലെ തന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ നമുക്ക് വീണ്ടും അടുത്തൊരു എപ്പിസോഡിൽ കാണാം. എന്തിനു വേണ്ടിയാണ്? മീൻകറി കൂട്ടാൻ. അപ്പോൾ നമ്മൾ എങ്ങനെയാണ് കുട്ടനാടൻ രീതിയിൽ അല്ലെ കുട്ടനാടൻ സ്റ്റൈലിൽ ഒരു മീൻകറി വെക്കുന്നതെന്നാണ് നമ്മൾ കാണാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ UK മീനിനെ ഒരു കുട്ടനാട്ടുകാരനാക്കാൻ പോവുകയാണ്. അപ്പം ആ ഒരു വീഡിയോയ്ക്ക് വേണ്ടി നിങ്ങൾ വെയിറ്റ് ചെയ്യുക. ആദ്യത്തെ ഈ വീഡിയോയ്ക്ക് ശേഷം അടുത്ത ഉടനെ തന്നെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അതുകൊണ്ട് വീണ്ടും നമുക്ക് കാണാം. അതുവരേക്കും ബൈ.